പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനുള്ള സ്കില്ല്, പ്രശ്നങ്ങളിൽ നിന്ന്. ഇപ്പൊ പ്രളയം വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഞാൻ തൃശ്ശൂരാണ് ഏറ്റവും അവസാനം വന്നത്. എൻ്റെ വീട്ടിലാണ് അവസാനമൊക്കെ വന്നത്. ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ബാക്കി എല്ലായിടത്തും മുങ്ങി, എൻ്റെ വീട് മുങ്ങിയിട്ടില്ല. അപ്പോൾ പോസ്റ്റ് ഇട്ടു, ഒരു ഫാമിലിക്ക് എൻ്റെ കൂടെ ജീവിക്കാം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് കിടന്നുറങ്ങി. രാവിലെ എൻ്റെ വീട് മുങ്ങി. വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുത്തം വിളിക്കുന്നു, ഹലോ, ജീവിക്കാന്ന് പറഞ്ഞല്ലേ, ഞങ്ങളെ പോയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാം. ദുരിതാശ്വാസ ക്യാമ്പ് സൂപ്പർ സ്ഥലമായിട്ട് ഞാനവിടെ ക്ലാസ് എടുത്തു. ഒരു 10-20 ക്ലാസ് എടുത്തു ദുരിതാശ്വാസ ക്യാമ്പിൽ. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പല ക്യാമ്പിലും പോയി. അപ്പോൾ ക്യാമ്പ് എടുക്കും ഞാനിങ്ങനെ വളരെ ടെൻഷനോട് കൂടിയാണ് പോയത്. അപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് പറഞ്ഞു നിങ്ങളാരും വിഷമിക്കരുത്. അപ്പോൾ അവർ പറഞ്ഞു എന്ത് വിഷമം, ഒരു വിഷമവും ഇല്ല, അടിച്ചു പൊളിച്ച് കിടക്കുക, സ്കൂളില്ലല്ലോ. ദുരിതാശ്വാസ ക്യാമ്പിന് വിഷമല്ല, അടിപൊളിയായിരുന്നു. ചിലവരൊന്നും ക്യാമ്പ് പിരിച്ചു വിട്ടിട്ട് പോണില്ല. ഒരു ഫാമിലി പറഞ്ഞത് അടുത്ത പ്രളയത്തിന് കാണാം, ചളി അടിക്കാതിരിക്കാം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് എന്തായിരുന്നു? നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ കൊണ്ടുപോയി. എല്ലാവർക്കും എന്തൊരു സന്തോഷം. എന്തായാലും പറയാ, ലംബോർഗിനി കയറാൻ സ്ഥലമല്ല എന്ന് പറഞ്ഞത്. അടുത്ത ആഴ്ച വരുന്നത് ചെമ്പില് അല്ലേ, ചെമ്പോർഗിനി ട്രോളൊക്കെ ഇറങ്ങി. ഇവിടെ കയറുന്നില്ല, അപ്പൊ ചെമ്പിലില്ല. ആ സീൻ ഭയങ്കര ഇഷ്ടമായതിന്റെ പുറകിൽ കുറെ കാര്യമുണ്ട്. കാരണം നമുക്കൊന്നും ലംബോർഗിനി എടുക്കാനുള്ള കഴിവില്ല. അപ്പൊ ലംബോർഗിനി എടുത്തിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സന്തോഷം. അപ്പോട്ടെ, അതൊരു തമാശ. ഞാനപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കാൻ പോയത് റെസിലിയൻസ് സ്കില്ലിനെ കുറിച്ച്. അതായത് ഇതൊരു പ്രശ്നമാണ്, ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറണം. 6-7 പേര് ആത്മഹത്യ ചെയ്തില്ല എൻ്റെ അറിവിൽ. ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. ഏറ്റവും വിഷമമുണ്ടാക്കിയ സംഗതിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവൻ തിരിച്ചു പോയപ്പോൾ അവൻ്റെ നോട്ട് ബുക്ക് വെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു. അതിൻ്റെ ബാക്കി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്തു. വളരെ കഷ്ടമായി പോയി അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളങ്ങനെ ചെയ്യും? നോട്ട് ബുക്ക് പോയാൽ അതിന്റെ പേരിൽ ഞാൻ കൂടുതൽ ജീവിക്കല്ലേ എന്ന് പറയില്ല അല്ലേ? ചെയ്യും. ആ പയ്യന് റെസിലിയൻസ് സ്കിൽ ഉണ്ടായില്ല. അതാണ് അവന്റെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. കാരണം അവൻ അതിന്റെ ട്രെയിനിങ് ഒക്കെ കിട്ടേണ്ടതായിരുന്നു. അതായത് ഇതൊരു പ്രശ്നമാണ്, പ്രശ്നം പരിഹരിക്കാൻ. എക്സാമിന് തോറ്റിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളില്ല. ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞു. കഴിഞ്ഞ വർഷം, ആ സ്കൂളും പറയുന്നതിന്റെ പേരും പറഞ്ഞത്, കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി സ്വന്തം സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി വീണ് മരിച്ചു കൊല്ലത്ത്. ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞു, കുട്ടികള് പിന്നെ കളിയാക്കി. ഇത് 2 വർഷം കുട്ടികൾ കളിയാക്കി, ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കും, ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞതിന്റെ പേര് ആത്മഹത്യയാണെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാവശ്യം ആത്മഹത്യ അല്ലേ? ഞാനൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യം ആത്മഹത്യ. എന്റെ മാത്സ് ടീച്ചറിന്റെ എല്ലാ പീരീഡിലും ടീച്ചർ എന്നെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, റെസിലിയൻസ് സ്കില്ല് ഭയങ്കര സ്കില്ലാ. ഞാൻ അല്ലേ ശരിയല്ലേ? റെസിലിയൻസ് സ്കില്ല് ഞാൻ ശരിക്കും കണ്ട ഒരു കാഴ്ച പറഞ്ഞു. മജ്ലിസ് കോളേജ് വളാഞ്ചേരിയിൽ അവിടെ ഞാൻ ക്ലാസ് എടുത്തിട്ട് താഴേക്ക് അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഇറങ്ങുന്നു. എൻ്റെ വണ്ടിയിൽ 5-6 പിള്ളേരുണ്ട്, ക്ലാസ്സിൽ ഇരുന്ന പിള്ളേർ. ഇങ്ങനെ വന്നിട്ട് താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ബസ് വന്നു. ബസ്സിൽ ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ആകെ അറിയാലോ ബസ്സിൽ ഇങ്ങനെ കയറുന്ന സൈഡ്. അപ്പോൾ ഒരുത്തൻ ഓടി വന്നിട്ട് ബസ്സിലേക്ക് ഇങ്ങനെ ചാടിയൊക്കെ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാര്യം ഇങ്ങനെ വന്നു. അവനെ തട്ടിയിട്ടതാ. അവനവിടെ വീണു, അവനവിടെ കമിഴ്ന്ന് വീണു. അപ്പൊ എല്ലാവരും അവനെങ്ങനെ നോക്കി, എന്നൊരു ശബ്ദം എല്ലാവരും വന്നു. അപ്പൊ ബസ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ചവിട്ടി, ഇവരെന്തെങ്കിലും പറ്റുമോ നോക്കി. അപ്പൊ പിന്നെ മനസ്സിലായിരുന്നു വീണ പ്രശ്നം മാത്രമേ ഉള്ളൂ. അവൻ ബസ് അവിടെ പോയി. അപ്പൊ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവനെ ഇങ്ങനെ നോക്കി നിൽക്കുക, ചിരിക്കാൻ റെഡിയായി. ഇവൻ എന്ത് ചെയ്തെന്നറിയാം? അവിടെ കിടന്ന് 3 പുഷപ്പ് വന്നു. എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് പോയിട്ട് അപ്പൊ എന്റെ വണ്ടിയിലിരുന്ന കുട്ടികള് പറയും അമ്മടാ എന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അവൻ എന്ത് കഴിവുണ്ട് പറഞ്ഞേ, എന്ത് കഴിവുണ്ട്? റെസിലിയൻസ് സ്കില്ലുണ്ട്. അവനൊരു പ്രശ്നം നടന്നു, ഒരു തോൽവി നടന്നു, ഒരു പരാജയം സംഭവിച്ചു. പക്ഷെ അതിൽ നിന്ന് മനോഹരമായി രക്ഷപ്പെടാൻ തിരിച്ച് നമ്മളെ ട്രോള് ചെയ്തു. ഇങ്ങനെ ചിരിക്കാറുണ്ട് നമ്മുടെ മുഖത്തോടെ ഇങ്ങനെ ആക്കിയാൽ. ഇത്രേ ഉള്ളൂ. ഈ സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. പരാജയങ്ങളിൽ നിന്ന് കരകയറാനുള്ള സ്കില്ല്. തോൽക്കാൻ തയ്യാറാവണം മനുഷ്യൻ.